ഇന്ത്യയിൽ നിന്ന് 40,000-ഓളം ഇന്ത്യക്കാർ ഇതുവരെ ഹജ്ജിനെത്തി. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് നാളെ ആരംഭിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകരിൽ കൂടുതലും ജിദ്ദയിലാണ് എത്തുന്നത്. കേരളത്തിൽ നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇതിനകം ഹജ്ജിനെത്തി. ഇതിൽ ഭൂരിഭാഗം തീർത്ഥാടകരും ജിദ്ദ വിമാനത്താവളത്തിലാണ് ഇറങ്ങിയത്. ഇവർ ജിദ്ദയിൽ നിന്ന് റോഡ് മാർഗം മക്കയിലേക്ക് പോകുന്നു. വിമാനത്താവളത്തിലെ മികച്ച സൌകര്യങ്ങൾ മൂലം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ടെന്ന് തീർത്ഥാടകർ പറഞ്ഞു. മികച്ച സേവനമാണ് സൌദിയിൽ ലഭിക്കുന്നതെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും അൽ മബ്രൂക്ക് ഹജ്ജ് ഗ്രൂപ്പ് എംഡിയുമായ MA അസീസ് പറഞ്ഞു. വളരെ റാഹത്തായിട്ടാണ് ഈ തവണ വരാൻ കഴിഞ്ഞത്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വളരെ സുഖമായി വരുന്നു. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് വന്നു. ഇവിടെ ഇറങ്ങി 2 മിനിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ 10 മിനിറ്റ് കൊണ്ട് എല്ലാവരുടെയും എമിഗ്രേഷൻ കഴിഞ്ഞു. പുറത്തിറങ്ങി ഉടൻ തന്നെ ബസ്സിൽ കയറാനും കഴിഞ്ഞു. വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ഇത്രയും എളുപ്പം കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് ഇത്രയും എളുപ്പത്തിൽ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് ആദ്യമായിട്ടാണ്. മെയ് 12 മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സ്വകാര്യ ഗ്രൂപ്പുകളിലെ തീർത്ഥാടകർ 8 ദിവസത്തെ മദീന സന്ദർശനം കഴിഞ്ഞ് ഹജ്ജിനു മുമ്പായി മക്കയിൽ തിരിച്ചെത്തും. അതേസമയം കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർ നാളെ മുതൽ സൌദിയിലെത്തും. കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈനാസ് വിമാനം നാളെ വൈകുന്നേരം 5:30 ജിദ്ദയിലെത്തും. 430ഓളം തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുണ്ടാവുക. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്കായി 2518 വിമാനങ്ങൾ സർവീസ് നടത്തി. ഹജ്ജ് കമ്മിറ്റി വഴി 32,451 തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയത്. ഇതിൽ 27,000-ഓളം തീർത്ഥാടകർ മദീനയിലും ബാക്കിയുള്ളവർ മക്കയിലുമാണ് ഇപ്പോഴുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.